ദീപലേഖ എന്ന ഉദ്യോഗസ്ഥ മരണപ്പെട്ട സംഭവം നമുക്കൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്നതുമാണ്. അത് ഒഴിവാക്കാനാകാമായിരുന്ന ഒരു മരണമാണ്. നമുക്കറിയാം, അവർ കാലിന് പരിക്ക് പറ്റി കഴിഞ്ഞ 3 മാസമായി ചികിത്സയിലാണ്. കാല് മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. അവരെ രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പരത്തി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവർ ഉത്തരവാദിത്തപ്പെട്ടവരോട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ഭാഗത്തുള്ള ന്യായം പറഞ്ഞിട്ടും വീണ്ടും അവരെ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതാനും ദിവസം മുമ്പാണ് ഒരു പരിപാടിക്കകത്ത് പറഞ്ഞത്, എല്ലാവരും റെഡിയായി നിന്നോ, ഇനിയും ട്രാൻസ്ഫറുകൾ ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ ഒരു കാരണവുമില്ലാതെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി വാക്കുകളുടെ ധൈര്യം തന്നെയാണ് ദീപലേഖ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥക്ക് ന്യായമായ നിലപാട് സ്വീകരിച്ച് അർഹതപ്പെട്ട സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് ദീപലേഖയെ കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബന്ധപ്പെട്ടവർ ആവേശത്തോടെ തയ്യാറായിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞ ഉടനെയാണ് അവർ കുഴഞ്ഞു വീണ് മരിച്ചത്. യഥാർത്ഥത്തിൽ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ്. ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവം വൈരനിരാധന ബുദ്ധിയോടുകൂടി മനസ്സിന് വലുപ്പമില്ലാത്ത ചിലരുടെ താല്പര്യങ്ങളെ പിന്തുണച്ച് അവർക്ക് ഊർജം പകർന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ മരണത്തിന് കാരണം. കേരളത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പരത്തി നടത്തുന്ന ഇത്തരം സ്ഥലം മാറ്റങ്ങളുടെ രക്തസാക്ഷിയാണ് ദീപലേഖ. വളരെ ഗൗരവമേറിയ പ്രശ്നമായി ഇതിനെ പൊതുവെ കാണണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സിന് വലുപ്പമില്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി പരസ്യമായി ആളുകളെ ഇനിയും രാഷ്ട്രീയ കാരണത്താൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുകയാണ്. നമ്മൾ കേരളത്തിൽ മുമ്പ് കേട്ടിട്ടുണ്ട്, UDF മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി, LDFൻ്റെ വോട്ട് LDF അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാറില്ല. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇതുപോലെ പരസ്യമായ ഒരു പരിപാടിയിൽ റെഡിയായി നിന്നോളൂ, നിങ്ങളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ്. മുഖ്യമന്ത്രി ആരെങ്കിലും വിമർശിച്ചാൽ ആ വിമർശനത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന സ്ഥിതി വരുന്നു. ഇപ്പോൾ MDMA കേസിൽ പിടിക്കപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിമർശനം വന്നു. ആ വിമർശനം പലരും സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചു. ചില മാധ്യമങ്ങളത് ഏറ്റെടുത്തു. എന്നാൽ മെറ്റയെ ബന്ധപ്പെട്ടുകൊണ്ട് ആ പോസ്റ്റ് നീക്കം ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സ്തുതിപാഠകരും അതുപോലെ തന്നെ വാഴ്ത്തുപാട്ടുകാരും മാത്രം മതി, വിമർശിക്കുന്നവർ വേണ്ട എന്ന നിലപാടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും രാഷ്ട്രീയ ഭീരുവായ മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശനെന്ന് തെളിയിക്കുന്ന ദിനങ്ങളാണ് ഈ 70-75 ദിവസത്തിനിടയിൽ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിലപാട് തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. വടകര മേപ്പയിലാണ് ദീപലേഖയുടെ വീട്. നമുക്കറിയാം, അവരുടെ ഭർത്താവിനെയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇന്ന് ഞങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട്. വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. ഈ സംഭവം ഒഴിവാക്കാമായിരുന്നൊരു സംഭവമായിരുന്നു. അവരെ മാനസികമായി തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സർക്കാർ സ്പോൺസേഡ് മർഡറായി മാറുന്നതിന് തുല്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ പൊതുവെ മുഖ്യമന്ത്രിയും UDF സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം.
അത് ഏത് സർക്കാരായാലും അത് സ്വീകരിച്ചു പോകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം LDF സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോയിട്ടുണ്ട്. അന്ന് ഇത്രത്തോളം പ്രചരണ പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല. അന്നും പദ്ധതി ഉണ്ടായിരുന്നു, നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ ഡേറ്റകൾ എടുത്ത് പരിശോധിച്ചാൽ, എണ്ണം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ഗവൺമെൻറ് എടുക്കുന്ന മയക്കുമരുന്നിനുള്ള നിലപാടിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സർക്കാർ ജീവനക്കാരെ 2 തട്ടിലാക്കി ചിലരെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തൂഫാൻ വിഷയത്തിലും കോൺഗ്രസുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക നിലപാടും അല്ലാത്തവർക്ക് പ്രത്യേക നിലപാടുമാണോ എന്ന് പൊതുവെ പരിശോധിക്കപ്പെടണം. നിഷ്പക്ഷമായ നിലപാട് ഇതിലൊക്കെ തന്നെ സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. നിഷ്പക്ഷ സമീപനം സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. ഇതിൽ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വിഷയം ചൂണ്ടിക്കാണിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതിനെ ആകെ ഇല്ലാതാക്കാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വിവാദത്തെ തമസ്കരിക്കാനും അജണ്ടയെ വഴിമാറ്റാനും മറ്റു പല കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന രീതി തെറ്റാണ്. വിമർശനം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിന് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്ന നിലപാട് നമുക്കറിയാം. ന്യൂസ് ക്ലിക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ 2014 മുതൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം മാധ്യമ പ്രവർത്തകരെ, മാധ്യമ സ്ഥാപനങ്ങളെ, ഗവൺമെൻറ്റിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നറിയാം. ഇന്ത്യയിൽ മാധ്യമങ്ങളോട് അങ്ങനെ പകയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് കഴിഞ്ഞ 10 കൊല്ലമാണ്, LDF സർക്കാരിൻ്റെ ഭരണകാലത്താണ്. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളെ വലിയ നിലയിൽ ആക്രമിക്കുന്നു. ഇവിടെ മഞ്ഞില വീണാൽ പച്ചില ചിരിക്കേണ്ടതില്ല, നാളെ പച്ചിലയും വീഴേണ്ടി വരും. അപ്പോൾ മെട്ട ഉപയോഗിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത് ഭീരുത്വമാണ്. കേരള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീരുവായി VD സതീശൻ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കാണാൻ പറ്റും. അതിൽ മുൻ കായിക മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് രാഷ്ട്രീയ ഭീരുത്വമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിമർശനങ്ങളെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നു. മാധ്യമങ്ങളിലെ കാർഡുകൾ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും മറ്റും വരുന്ന കാർഡുകൾ തങ്ങൾക്ക് അനുകൂലമല്ലാത്തതാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ നരേന്ദ്രമോദിയുടെ പാത പിന്തുടരുകയാണ് VD സതീശനെന്ന് തോന്നുന്ന നിലയാണ് വരുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അത് പഴയകാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല നിലയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ LDF മുഖ്യമന്ത്രിമാർ പൊതുവെ വിമർശനങ്ങളെ ഈ നിലയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി കാണുന്ന സമീപനമില്ല. എന്നാൽ UDF മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീരു താനാണെന്ന് സ്ഥാപിക്കുന്ന നിലപാടാണ് VD സതീശൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് തെളിയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്. എത്രത്തോളം ഇത്തരം നിലപാട് സ്വീകരിച്ചാലും ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ ക്യാമ്പയിനിലൂടെ ചെറുക്കുന്ന സമീപനം ഉണ്ടാകും.